നാട്ടുകാരെ ഓടി വരണേ, ബിന്ദു അമ്മണിയും രഹന ഫാത്തിമയും ശബരിമലയിൽ കയറിയേ. നാട്ടുകാരെ ഓടി വരണേ, രഹന ഫാത്തിമയും ബിന്ദു അമ്മണിയും പൊറോട്ടയും ബീഫും കഴിച്ചേ. നാട്ടുകാരെ നാണമുണ്ടടാ നാറി. ഒരു സോളിഡ് പ്രൂഫും ഇല്ലാതെ ഈ കാലഘട്ടത്തിൽ ഈ വൃത്തികെട്ട വർത്താനവും പറഞ്ഞുകൊണ്ട് നടക്കാൻ നീ എന്ത് റവല്യൂഷണറി പാർട്ടിയുടെ നേതാവാടാവുക? ഇപ്പോഴും ഈ പൊറോട്ടയുടെയും ബീഫിൻ്റെയും പുറകെ നടക്കുന്നത്. നിന്റെ പാർട്ടി കേരളത്തിൽ എങ്ങുമില്ല. ഷംസുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി. ചുമ്മാ അല്ലടാ നിന്നെ പിണറായി വിജയൻ പരനാറിന്ന് വിളിച്ചത്. ഇനി അത് ആവർത്തിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിന്റെ സ്വഭാവം അതാണ്. പൊറോട്ടയും ബീഫും പിണറായി വിജയൻ സർക്കാർ മേടിച്ചു കൊടുത്ത് ബിന്ദു അമ്മിണിയും രഹന ഫാത്തിമയും കനകദുർഗ പോലും അല്ല. നിനക്ക് ചരിത്രബോധമുണ്ടോ? എന്തുവാ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ ചരിത്രബോധം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ചും നീ അങ്ങ് മറക്കുക, അല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങ് മറക്കാൻ ശ്രമിക്കുക. ബിന്ദു അമ്മണി, രഹന ഫാത്തിമ, പൊറോട്ട, ബീഫ് അങ്ങോട്ട് എവിടെ കൊണ്ടെത്തിക്കാനാണ് നിന്റെ ശ്രമം? മാറി. ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ നീ മരിച്ചെന്നാണ് കരുതിയത്. കാരണം എനിക്ക് റിയലി ഞാൻ ന്യൂസൊന്നും വായിക്കാത്തത് കൊണ്ട് എനിക്ക് ഈ പ്രേമചന്ദ്രൻ മരിച്ചു പോയെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ ഈ വർത്താനം പറഞ്ഞിട്ട് വന്നുമ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവൻ ജീവനോടെ ഉണ്ടെന്ന്. കേരളത്തിലെ ഈയിടയ്ക്ക് നടന്ന ആനുകാലിക രാഷ്ട്രീയ ഇടപെടലുകളിലൊന്നും ഇദ്ദേഹമില്ല. സ്കൂളിലെ തട്ടത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ശബരിമല സ്വർണം മോഷ്ടിക്കപ്പെട്ട വിഷയത്തിലൊന്നും പ്രേമചന്ദ്രൻ ഒരു അനക്കവും ഇല്ല. ഇത് ഇപ്പം വന്നിരിക്കുന്നു പണ്ടങ്ങോണ്ട് നടന്ന പൊറോട്ടയുടെയും ബീഫിന്റെയും കേസ് പറഞ്ഞ്. പ്രേമചന്ദ്രൻ മുതലാളിയുടെ അപ്പനല്ലേ ബില്ലടച്ചത് പൊറോട്ടയുടെയും ബീഫിന്റെയും? അത്രയ്ക്ക് സോളിഡ് പ്രൂഫോട് കൂടി ഇവൻ സംസാരിക്കാൻ മാറി, പരനാറി. തുപ്പും ഞാൻ, തൂറി എറിയും നിന്നെ ഞാൻ. സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയാന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന്